നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു വരുമാന മാർഗമാണ് ടൂറിസം. ഈ ടൂറിസം പ്രൊമോഷനായി UK-യിൽ നടക്കുന്ന ഒരു മേളയാണ് വേൾഡ് ട്രാവൽ മാർക്കറ്റ്. ഈ വേൾഡ് ട്രാവൽ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് ഇന്ന് യൂറോപ്പ് മലയാളി ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എവർക്കും സ്വാഗതം. വേൾഡ് ട്രാവൽ മാർട്ടിൽ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത്തവണ വള്ളം വെച്ചിട്ടാണ്, നമ്മളുടെ ചുണ്ടൻ വള്ളങ്ങൾ വെച്ചിട്ടാണ് പ്രൊമോഷൻ നടത്തുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ ഹരിദാസ് ചേരുന്നുണ്ട്. മിസ്റ്റർ ഹരിദാസ്, ഇത്തവണത്തെ നമ്മളുടെ കേരള പവലിയനെ കുറിച്ച് എന്താ പറയുന്നത്? കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. എസ്പെഷ്യലി റിയാലിറ്റി ഈ ബോട്ടുകളും കെട്ടുവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഇവിടെ തന്നെ അവർ ആൾക്കാരെ കൊണ്ടുവന്ന് അത് തയ്യാറാക്കി അത് അസംബിൾ ചെയ്ത് ഇവിടെ തന്നെ അത് ക്രിയേറ്റീവായിട്ട് ആ ക്രിയേറ്റിവിറ്റി കാണാൻ തന്നെ വലിയൊരു ഭംഗിയുണ്ട്. ഇത് തന്നെ ഒരു വലിയൊരു അട്രാക്ഷനാണ് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ. ഇതന്നെ വളരെയധികം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ടുള്ളൊരു കഥകളി ആർട്ടിസ്റ്റ് ഉണ്ട്. അതും വലിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ അട്രാക്ഷനാണ്. അങ്ങനെ പല ഒരു വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ, ഒരു പ്രൊമോഷൻ ഇപ്രാവശ്യം ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ ലണ്ടൻ മേയർ ഷോയിൽ തന്നെ 62,000 പേരെ അട്രാക്ട് ചെയ്ത ട്രഫാൽഗർ സ്ക്വയറിൽ നടന്ന ഷോ, അതിൽ തന്നെ കേരളത്തിൽ ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ എക്സ്പോഷർ കിട്ടിയത് ആ ഒരു ഷോയ്ക്ക്. തീർച്ചയായിട്ടും. ബേസിക്കായിട്ട് ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഇംഗ്ലീഷുകാരും, അല്ലേ? അതെ, ഞാൻ വന്ന 72-ലുള്ള ആ അറിവും ഇന്നത്തെ അറിവും വെച്ച് നോക്കുമ്പോൾ എത്രയോ 100 ഇരട്ടി ആൾക്കാർ കേരളത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരളമാണ് ഒരു അട്രാക്ഷൻ എന്ന് പറയാനുള്ളത്. എല്ലാം ഒതുങ്ങണം, എല്ലാം കാണാനും എല്ലാം കിട്ടാനുള്ള ഒരു സ്ഥലം കേരളമാണ്. ഓക്കെ. അല്ല ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ താങ്കളുടെ റെസ്റ്റോറൻറ്റുകളും ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം, അല്ലേ? തീർച്ചയായിട്ടും. ആഹാരം കഴിക്കാൻ വരുമ്പോൾ കേരള സ്റ്റൈൽ ഫുഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ അത്രയധികം സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് തന്നെ 99.9% ഇംഗ്ലീഷുകാരാണ്. സോ അവരെ ഏറ്റവും അധികം പറഞ്ഞു മനസ്സിലാക്കാനും അങ്ങോട്ട് കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരേ ഒരു വെന്യൂ അതാണ്. അപ്പോൾ കുസിൻ ത്രൂ കേരള കുസിൻ യു ക്യാൻ പ്രൊമോട്ട് കേരള to a long list, you know. ഓക്കെ, നമ്മളിപ്പോൾ ഇവരെല്ലാം ആയുർവേദം പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. കേരളത്തിൽ ആയുർവേദ പ്രൊമോഷന് വേണ്ടി വരുന്നുണ്ട്. ശ്രീലങ്കയായിട്ട് ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആയുർവേദത്തിൽ തന്നെയാണ്. ഈ ആയുർവേദത്തെ നമ്മൾ വേണ്ടത്ര പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ആയുർവേദത്തിൻ്റെ അതിൻ്റേതായ രീതിയിൽ ആ ട്രഡീഷണൽ വേ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും വളരെയധികം അട്രാക്ഷൻ കേരളത്തിനുണ്ടാവും. കാരണം കേരളത്തിലേക്ക് അതിനെ അന്വേഷിച്ച് തന്നെ ആൾക്കാർ പോകാൻ തുടങ്ങും. ഇപ്പോൾ ശ്രീലങ്ക ചെയ്യണ മാതിരി നമ്മളും അതിൻ്റേതായ ട്രഡീഷണൽ വാല്യൂസ് വെച്ചിട്ട് ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും വളരെയധികം ആൾക്കാർ നമുക്ക് കേരളത്തിലേക്ക് ആയുർവേദത്തിന് വേണ്ടി കിട്ടും. അതന്നെ വലിയൊരു ആയുർവേദിക് ഹോളിഡേ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതായിട്ട് മാറും കേരളത്തിൽ. ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ വേൾഡ് ട്രാവൽ മാർട്ട് വരാറുണ്ടല്ലോ. അതെ, നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇനിയും കുറച്ച് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്ത് പറയുമായിരിക്കും? പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ സ്റ്റോളിൽ തന്നെ അവർ യോഗ നടത്തിക്കൊണ്ടിരിക്കും. നമുക്കും വളരെയധികം നല്ല തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ്, പ്ലസ് നമ്മുടെ നാടൻ കായ വറുത്തത്, കാഷ്നട്ട്സ്, അങ്ങനെയുള്ളൊരു എക്സിബിഷൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റോളായി മാറുന്നു. അതാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇനിയും അവർ അത് മനസ്സിലാക്കി ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ അവരെ ശ്രദ്ധയിൽപ്പെടുത്താം ഇതും കൂടെ. തീർച്ചയായിട്ടും. ഓക്കെ.
ഇന്ന് വേൾഡ് ട്രാവൽ മാർട്ടിൽ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായി കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറി മിസ്റ്റർ കമലവർദ്ധന റാവു നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് സ്വാഗതം. താങ്കൾ ഈ ടൂറിസം സെക്രട്ടറി ആയിട്ട്, കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറി ആയിട്ട് എത്ര കാലമായി? 11 months, 11 മാസം. 11 മാസമായിട്ടുള്ളൂ. അപ്പോൾ താങ്കൾ ഈ 11 മാസം കൊണ്ട് എന്തൊക്കെ വ്യത്യാസമാണ് കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായി താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിസിറ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കമ്മിങ് അപ്പ് വെരി വെൽ. ആസ് പാർട്ട് ഓഫ് ദ വിസിറ്റ് കേരള ഇയർ we are writing to all the ambassadors or Indian embassies in the world, and we are trying to promote all our products, including the new product. Ayurveda is a major product for us. So as part of that, we are participating in more than 20 international exhibitions and ഒരു 10-15 ഡൊമസ്റ്റിക് എക്സിബിഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ദാറ്റ് ഫോറിൻ ടൂറിസ്റ്റ് പർട്ടിക്കുലർലി നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം 9.2 lakh ഫോറിൻ ടൂറിസ്റ്റ് have visited. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം വിസിറ്റേഴ്സ് ഫോറിൻ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിൻ്റെ ടോട്ടൽ ഈസ് 80 lakhs. അപ്പോൾ അതിൽ ഏകദേശം 10 ലക്ഷം വരെ നമ്മൾ കേരളത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഭൂരിപക്ഷം ജർമ്മനിയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഫോർ കേരള. സോ അവർ ബീച്ചസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ആയുർവേദ ഇതെല്ലാം ഭയങ്കര ഒരു അട്രാക്റ്റീവ് പ്രോഡക്റ്റ്സ് ആണ്. സോ അതുകൊണ്ട് ബ്രിട്ടീഷേഴ്സ് റിയലി ലവ് കേരള ആൻഡ് ദിസ് WTM ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കേരള ടൂറിസം. ലാസ്റ്റ് 11 months ആയിട്ട് ഈ ഒരു ടൂറിസം, കേരളത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് യു ആർ ഫേസിങ് to promote Kerala? Not many actually, because Kerala, if you compare to other states in the country, has already reached a level. ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് പുതിയ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്സിനെ കണ്ടുപിടിക്കും, സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ പുതിയ മാർക്കറ്റ്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ പുതിയ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ചൈന. വി ഹാവ് ഐഡന്റിഫൈഡ് ദ ഈസ്റ്റ് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞതാണ് നമ്മുടെ പുതിയ പോളിസി. അപ്പോൾ ഈ ലുക്ക് ഈസ്റ്റ് പോളിസി ഭാഗമായിട്ട് നമ്മൾ ചൈന, ജപ്പാനും പിന്നെ കൊറിയ, അപ്പോൾ ഈ പ്രദേശങ്ങളാണ് നമ്മൾ പോകുന്നത്. ആൻഡ് വി ഡിഡ് എ വണ്ടർഫുൾ ഷോ ഇൻ ഷാങ്ഹായ് ആൻഡ് ബീജിംഗ്. സോ challenges are there because of our domestic airfare. അതാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച്. Because most of the people who come to Delhi, they come for this golden triangle of Delhi, Jaipur, Agra. Otherwise, we are well connected. 3 international airports we have, you know. And secondly, I mean, other challenge what we think is most of the tour operators, North Indian based tour operators, they are not really helping us with Kerala പ്രത്യേകിച്ച് മാത്രമല്ല, തമിഴ്നാട്, കർണാടക, പിന്നെ ആന്ധ്ര, ഇത് ഈ നോർത്ത് tour operators, they are not sending many people to us. These are the 2 major challenges. What about Sri Lanka? Are they competing with Kerala? Sri Lanka is definitely a major threat to Kerala because നമുക്കുള്ള ബീച്ചസ്, അതുപോലുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എല്ലാം ശ്രീലങ്കയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പീപ്പിൾ ഹു ഗോ ടു ഫ്രം യൂറോപ്പ് ഓർ ചൈന ടു ശ്രീലങ്ക, ദേ ഗോ ടു ശ്രീലങ്ക, ഫ്രം ശ്രീലങ്ക ദേ ഗോ ടു മാൽദീവ്സ്. അപ്പോൾ ഇത് നമ്മൾ ശക്തമാക്കാൻ വേണ്ടി ആ മാർക്കറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ചൈനീസുകാർ അവിടെ ശ്രീലങ്ക പോകുന്ന ആൾക്കാരെ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ, കേരളത്തിലോട്ട് കൊണ്ടുവരാൻ. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശ്രീലങ്കയിലും പോകാറുണ്ട്, കേരളത്തിലും വരാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തുള്ള കാര്യം വെച്ചാൽ ദ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ശ്രീലങ്ക ഇസ് മച്ച് ബെറ്റർ ദാൻ കേരള. We cannot compare. Sri Lanka is a country, Kerala is a state. I see, that's Kerala true. State. Yeah. Then if you compare the infrastructure in the Ayurveda treatments, the infrastructure related to resorts, I personally feel is far superior than Sri Lanka. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടുത്തെ 5-star ഹോട്ടൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ 5-star ഹോട്ടൽസ്, നമ്മുടെ റിസോർട്ട്സ്, ബിക്കോസ് നമുക്ക് ഒരു ആർക്കിടെക്ചർ ഉണ്ട്, നമുക്കൊരു തീമുണ്ട്. എല്ലാ റിസോർട്ട്സിലും നമുക്ക് ഒരു തീം ബേസ്ഡ് ആണ്. ആ തീം ദാറ്റ് റിഫ്ലെക്ട്സ് ദ കേരള സൊസൈറ്റി, കേരള ഹെറിറ്റേജ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള റിസോർട്ട്സ് ആണ് ഇതെല്ലാം. സോ ആയുർവേദ, ഫോർ എക്സാമ്പിൾ, ആയുർവേദ ഇൻഫ്രാസ്ട്രക്ചർ മച്ച് സുപ്പീരിയർ ദാൻ ശ്രീലങ്ക. ഹൗസ് ബോട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ആയുർവേദ ബേസിക്കലി ഫ്രം കേരള. അതെ, പിന്നെ സെക്കൻഡ് ഹൗസ് ബോട്ട്. If you think house boat infrastructure, we have more than 1,500 houseboats, whereas Sri Lanka is having only 5 to 6 houseboats. We went there. We went to Sri Lanka to promote, and we have seen. We interacted with the minister. We would like to have a triangle plan with Sri Lanka, Maldives, and Sri Lanka, Kerala. Appo in that direction, we already discussed with the people who are getting cruise. Appo namakku oru pudhiya cruise varan povana. So Sri Lanka is definitely as a major challenge for us, and it's not a threat. It's only a challenge. I know. Yeah.
പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, anandnewsdesk@gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ തന്നെ ഇന്ത്യക്കകത്ത് വിത്തിൻ ഇന്ത്യ ഹൗ ഡു യു പ്രൊമോട്ട്? Within India, we are participating in more than 15 domestic exhibitions, road shows ഉണ്ട്. 15 കൂടുതൽ റോഡ് ഷോസിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഫെസ്റ്റിവൽസ് ഈസ് വൺ തിങ്. വി വാണ്ടഡ് ടു പ്രൊമോട്ട് അവർ കേരള ക്യൂസിൻ. അതിൻ്റെ ഭാഗമായി ഡൽഹിയിലും പിന്നെ മുംബൈയിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഫുഡ് ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 6 to 7, 8 food festivals we have planned in Kolkata. So domestic market is very huge for us. Very huge nowadays. Yes. 1 crore 20 lakh people came last year. So this we still want to promote. And this is minus Shabarimala people. We are not included Shabarimala in this. Shabarimala is a popular Shabarimala, if I include, it will be more than 3 crores. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പറയാൻ പറ്റുമോ? Definitely yes. If you compare Tamil Nadu and Andhra, or whoever is coming to Tamil Nadu temples, Andhra, Tirupati, they're all calculating it as tourists. So adu nammal indile ulpeduttilla. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് what are the new plans on you? We would like to Ayurveda, we want to take it to second level. And new we have constituted one Kerala Investment Promotion Board. About this to attract investments. And recently Government of India has come up with a proposal to beautify lighthouses. The lighthouse places, they have identified 8 lighthouses in Kerala, in the beaches, Kollam, Alleppey, Kannur, Angane. So these lighthouses we are giving it on PPP model to private sector on lease. So these are the things which we are trying to make Kerala much more attractive. Yes. Tourism department, we are ready with the master plans. Kovalam master plan, Kumaragam master plan, Tekadi master plan and Kochi master plan. These master plans vannu kayinjal namakku ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരും. So under Kerala Tourism Investment Promotion Board, we are going to clear these master plans, and the next 10 to 15 years we will see new Kerala. And we are taking tremendous initiative in providing cleanliness in all the beaches. ഈ ബീച്ചസിലെല്ലാം വൃത്തിയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. So still we feel that Kerala is the cleanest, the greenest and the safest destination. Thank you. കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായി കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD അലി അസ്ഗർ പാഷ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമസ്കാരം സർ. തീർച്ചയായും. ഇത് ആദ്യമായിട്ടാണോ താങ്കൾ WTM? ഞാൻ ചാർജ് എടുത്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. മുമ്പ് 5 വർഷത്തിന് മുമ്പാണ് KTDC ഇവിടെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. അത് ശരി. ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അത് ശരി. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് KTDC റെപ്രസെന്റേഷൻ ഉണ്ടാകുന്നത്.
അപ്പോൾ ഇത് ഈ ഇത്തരം ഷോകൾ കൊണ്ട് KTDCക്ക് എന്തുമാത്രം പ്രയോജനപ്പെടും? ആക്ച്വലി ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള B2Bക്ക് പുറമെ B2C ഇവിടെ നടക്കാറുണ്ട്. കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കിട്ടാറുണ്ട്. അതെ. ഞങ്ങളിപ്പോൾ പല ട്രാവൽ മാർട്ടുകളും കവർ ചെയ്തു. ഞങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ട്രാവൽ മാർട്ട് അടക്കം ഞാൻ കവർ ചെയ്തിരുന്നു. അവിടെ നടക്കും ഞങ്ങൾക്ക് ഡയറക്റ്റ് ബിസിനസ് കുറെ കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ കുറെ ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ കിട്ടാറുണ്ട്. ആക്ച്വലി ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ട്രാവൽ മാർട്ട് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ്? എന്താണ് കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഡിസ്കൗണ്ട് പാസ് ഓൺ ചെയ്യും. ഓക്കെ, നിങ്ങൾ ആക്ച്വൽ ഡിസ്കൗണ്ട് പാസ് ഓൺ ടു കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി. ട്രാവൽ ഏജന്റിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ് ഞങ്ങൾ കഴിയുന്നത് അങ്ങോട്ട് പാസ് ഓൺ. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരുക്ക വന്നവരാണെങ്കിൽ പറഞ്ഞു വേറെ ആൾക്കാർ കിട്ടാൻ തീർച്ചയായും ഞങ്ങൾക്ക് വളരെ ഗ്രോത്തും ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച പോലെ 105 കോടി ഇക്കൊല്ലം 138 കോടി 33% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എത്ര ഹോട്ടൽസ് ഉണ്ട് KTDC? ഞങ്ങൾക്ക് ടോട്ടലി 68 യൂണിറ്റ് ആണുള്ളത്. അതിൽ 7 പ്രീമിയം ഹോട്ടലും 8 ബജറ്റ് ഹോട്ടലും ഇൻക്ലൂഡിംഗ് 1 ഇൻ മദ്രാസ്. റീസെന്റ് ആയിട്ട് മദ്രാസിൽ ഞങ്ങൾ 90 ബെഡ്റൂമിന്റെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ബഡ്ജറ്റ് ഹോട്ടൽ 2500 രൂപയുള്ളൂ 2 ആൾക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വളരെ ക്രാഷ് ചെയ്ത് അതിനൊരു 80% ഒക്യുപ്പൻസി ഉണ്ട്. വളരെ ഹൈ എൻഡിലുള്ള ബിസിനസ്സാണ് നടക്കുന്നത്. അതുപോലെ ഞങ്ങളിപ്പോൾ ഈ അടുത്തൊരു ബോൾഗാട്ടി പാലസിൽ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി. അതിനും ഭയങ്കര ഡിമാൻഡാണ്, കാരണം ഭയങ്കര ആംബിയൻസ് ആണ്. അങ്ങനെ ഞങ്ങളെ പല യൂണിറ്റുകളും വളരെ നന്നായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. നമ്മളിപ്പോൾ KTDC എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിൻ്റെതാണ്, കേരള ഗവൺമെന്റിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ആൾക്കാരെല്ലാം വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഹോട്ടൽസ് നോക്കുന്നത്. ഇപ്പോൾ ഒരാൾ കല്യാണം നടത്തുന്നത് തന്നെ 50 കോടി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത്തരം ഹോട്ടലുകളോടാണ് KTDC കമ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എത്രത്തോളം അതുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്ച്വലി ഞങ്ങളുടെ ഫുഡ് ക്വാളിറ്റി ഒക്കെ ഇപ്പോൾ ഞങ്ങൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഞങ്ങൾ നല്ല ഷെഫുമാരെ ഇൻക്ലൂഡ് ചെയ്തു. ഈവൻ കോർപ്പറേറ്റ് ഷെഫ് പോലും ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് 75,000 രൂപയ്ക്ക് അടക്കം ഞങ്ങൾ ഷെഫിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തത്. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നാൽ KTDCയുടെ റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിക്കാറുണ്ട്. പിന്നെ ഗവൺമെന്റ് സെൻസ് ഉണ്ടല്ലോ, ഒരു ഫീലിംഗ്. അത് കറക്റ്റ്, അത് കറക്റ്റ്. അത് നന്നായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ക്വാളിറ്റി കമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? ഞങ്ങൾ ഈവൻ ടോയ്ലറ്ററിയിൽ പോലും ഇന്റർവ്യൂ ചെയ്തു. ഞങ്ങളിപ്പോൾ വേൾഡ് ക്ലാസ് ടോയ്ലറ്ററിയാണ്. അവിടുത്തെ സോപ്പിന് വേണ്ടി ആൾക്കാർ അടികൂടുകയാണ്. അങ്ങനെ എല്ലാ എലമെന്റിലും ഞങ്ങൾ ബെഡിങ്ങില്, ലിനനില്, എല്ലാത്തിലും ഞങ്ങൾ പറ്റുന്നത്ര ഇന്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ നല്ല റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. ഈ റിസൾട്ട് വെറുതെ ഉണ്ടായ റിസൾട്ട് അല്ല, ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ടുണ്ടായ റിസൾട്ട്. താങ്കൾ KTDCയുടെ MD ആയിട്ട് 2 വർഷമായി അല്ലേ? അതിന് മുമ്പ് KTDCയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്? അവസ്ഥ വെച്ചാൽ പലപ്പോഴും ഒരു ഗവൺമെന്റ് അപ്രോച്ച് കൂടുതലുണ്ടായിരുന്നു. ഗവൺമെന്റ് സെറ്റപ്പും ഗവൺമെന്റ് ആറ്റിറ്റ്യൂഡും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും കൂടുതൽ ഇന്റർവെൻഷൻ ഈ ഗവൺമെന്റ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മാറ്റി അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ? ഡിഫിക്കൽട്ട് എന്ന് പറയണ്ട, അത് കുറച്ച് എഫേർട്ട് ഇടണമെന്നുള്ളൂ. ഞങ്ങൾ ഈവൻ ടെൻഡറിംഗിൽ പോലും ഞങ്ങൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ വാങ്ങിയിരുന്നു. അത് ഞങ്ങൾ മാറ്റി റിവേഴ്സ് ടെൻഡർ ആക്കി. ക്വാളിറ്റി ഫിക്സ് ചെയ്തിട്ട് റേറ്റിൽ കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അല്ലാതെ വെറും റേറ്റിൽ ചീപ്പസ്റ്റ് സാധനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ നിർത്തി. അതും ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ മുമ്പ് ഇരുന്നതിനേക്കാൾ ഒരു വ്യത്യാസം താങ്കൾ വരുത്തി. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഇപ്പോൾ ഇത്ര പ്രോഫിറ്റ് മാർജിൻ കൂടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരു സ്ട്രൈക്കിന് പോകാനുള്ള സാധ്യത പലപ്പോഴും കൂടുതലല്ലേ? പലപ്പോഴും പല റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ വാസ് ഏബിൾ ടു കൺവിൻസ് ദം. ഓരോ സ്റ്റാഫിനെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു യൂറോപ്പ് മലയാളി ജേണൽ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൾക്കാരുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ യൂറോപ്പിലെ മലയാളികളെല്ലാം കാണുന്നൊരു ഷോ ആണ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് എല്ലാ ആൾക്കാരും വർഷത്തിലൊരിക്കയോ 2 പ്രാവശ്യമോ ഇപ്പോൾ 5 പ്രാവശ്യമൊക്കെ വരുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് KTDCയെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ താങ്കൾ എന്ത് പറയും? KTDC ഞങ്ങളുടെ സെയിൽസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ പ്രത്യേക സ്പെഷ്യൽ പാക്കേജ് യൂറോപ്യൻ മലയാളിക്ക് വേണ്ടി ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂറോപ്പ് മലയാളി ജേണലിൻ്റെ വ്യൂവേഴ്സിന് KTDCയുടെ വക ഡിസ്കൗണ്ടഡ് ഹോട്ടൽ, അതെ സ്പെഷ്യൽ പാക്കേജ് ഞാൻ തരും. ഓക്കെ, താങ്ക് യു. ഏതായാലും നമ്മളുടെ ഈ ഇതിൽ പങ്കെടുത്തതിന് അവസരം തന്നതിലും എനിക്ക് നന്ദി. താങ്ക് യു.
കേരളത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പല പല കമ്പനികൾ നമ്മുടെ WTMൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാന കമ്പനിയാണ് സ്പൈസ്ലാൻഡ് ഹോളിഡേയ്സ്. സ്വാഗതം യൂറോപ്പ് മലയാളി ജേണലിലേക്ക്. എങ്ങനെയാണ് എല്ലാ വർഷവും ഈ WTMൽ വരാറുണ്ട്? ഓൾമോസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ട് എല്ലാ വർഷവും WTMൽ വരുന്നുണ്ട്. WTM എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ടു ഗെറ്റ് മോർ നെറ്റ്വർക്ക് ടു ദ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ ഡെസ്റ്റിനേഷൻസ് ലൈക്ക് കേരള ആൻഡ് ഇന്ത്യ ഡെസ്റ്റിനേഷൻസ്. ബേസിക്കലി ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിനേക്കാളും കൂടുതൽ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ പുതിയ കോൺട്രാക്ട്സ് ജനറേറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക, പുതിയ മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ യൂറോപ്പ് മാർക്കറ്റ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഡിമാൻഡ് ഉള്ളത്. പുതിയ എമർജിങ് ജപ്പാൻ മാർക്കറ്റ്, ചൈന മാർക്കറ്റ്, ഈ റഷ്യ മാർക്കറ്റ്, ഇങ്ങനത്തെ മാർക്കറ്റ് എല്ലാമാണ് ഇപ്പം പ്രോമിസിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ലണ്ടനിൽ നടക്കുന്ന ഒരു ഷോ, ഇപ്പോൾ ഇതേമാതിരി മാർച്ചിൽ ബേർലിനിൽ ITBയും ഈ ഒരു ഷോയും, ഈ രണ്ട് ഷോയും വ്യത്യാസം വെച്ചാൽ ഇറ്റ്സ് എ ഗ്ലോബൽ ഷോ. അപ്പോൾ ബേർലിൻ എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഒരുപാടെന്ന് നമ്മൾ പറയണമെങ്കിലും റിയൽ ആയിട്ട് ഒരുപാടൊന്നുമില്ല. ജർമ്മനിയുടെ ഔട്ട് ബൗണ്ട് ഫ്ലോയുടെ ഒരു 0.00% മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്കൊരു 10 ഹോട്ടലിലൊക്കെ ഒരു ആയുർവേദ വരുന്നത് മാത്രമല്ല ജർമ്മൻ മാർക്കറ്റ്. ജർമ്മൻ്റെ മെയിൻ ഫ്ലോ ഈസ് ഗോയിങ് ടു ബാലി, ഇന്തോനേഷ്യ ആൻഡ് ദോസ് ടൈപ്പ് ഓഫ് കൺട്രീസ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ പഴയമാതിരി അത്ര ഈസി അല്ല നമ്മൾ സെല്ല് ചെയ്യാൻ. ദർ ഈസ് ത്രെറ്റ്. ബാക്കി ഒരുപാട് ഡെസ്റ്റിനേഷൻ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീലങ്കയിൽ ഇപ്പം ഞങ്ങളുടെയും ഒരു പ്രിഫേർഡ് സ്ഥലമാണ്. നമ്മൾ കേരള ആണെങ്കിൽ പോലും ഞങ്ങൾ ശ്രീലങ്കയിൽ ഞങ്ങളിപ്പം ഫുഡ് പ്രിൻറ്റ്സ് ഇത് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ബിക്കോസ് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളും പോകണം, അല്ലേ കാര്യമില്ല. താങ്കളുടെ ഈ സ്പൈസ്ലാൻഡ് ഹോളിഡേയ്സ് തുടങ്ങിയിട്ട് എത്ര വർഷം? ഇതിപ്പോൾ 12 ഇയേഴ്സായി. 12 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഇത്രയും ഇതിൽ വന്നതിന് ശേഷം എന്തുമാത്രം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു? സോ ഞങ്ങൾക്ക് ആവറേജ് ഒരു 20 to 24% ഗ്രോത്ത് എവറി ഇയർ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ മാർക്കറ്റ് ടഫാണെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു ഗ്രോത്ത് റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു ഒറ്റ പോയിന്റിൽ പറയണം, കേരളം ഇതിനേക്കാൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. എന്തുകൊണ്ടോ നമ്മളുടെ സർക്കാരിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ സർക്കാരിൻ്റെ നമ്മളൊരു അഡ്വൈസ് കൊടുക്കണം, എന്ത് പറയും? ഇതിനകത്ത് ബേസിക്കലി സർക്കാർ തീരെ ഇതിനകത്ത് നെഗ്ലക്റ്റ് ചെയ്യണമെന്നില്ല. ഓൾവേസ് നമ്മുടെ ഈ കേരളത്തിലെ ഒരു ആകെ നമ്മുടെ ഈ ടൂറിസം ഫീൽഡ് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും കൂടെ ഒന്നിച്ച് നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തൂലായിരുന്നു. പക്ഷേ ഇനിയും ആ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ട് ഇനി താഴേക്ക് പോകാതെ നോക്കുക എന്നുള്ളൂ. ഇനി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഒരുപാട് പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവന്നാൽ ഗുണമുണ്ട്. കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ December 17th ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു കൊച്ചിയിൽ ഭയങ്കര ഒരു നല്ല അട്രാക്ഷനാണ്. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് തുടങ്ങണം. പണ്ട് നമ്മൾ ചെയ്തു, പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ആയിട്ട് അവർ തിരിച്ചുപോയി. ഈ വരുന്ന ആൾക്കാർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഫിക്സ് ഷെഡ്യൂളുണ്ട്. അത് ബേസിക്കലി കൊളംബോ, കൊച്ചി, മാൽഡീവ്സ്, ആ ഒരു ട്രയാങ്കിൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം ഗ്ലോബലി. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു അടുത്ത 2 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു ക്രൂസിന് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ട്രയൽ ആൻഡ് ബേസിൽ അഗൈൻ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യണം. എത്ര ആൾ പോകും നോക്കാം, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. നമ്മളെല്ലാം നല്ലതിന് വേണ്ടി ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു.